ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലെവൽ 5 ഓട്ടോണോമസ് കാറിൽ പോകുന്നത്. ഇത് കണ്ടോ, ഇനി നമ്മളെ രാജ്യത്തും ഇതുപോലെയൊക്കെ വരും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചൈനയിലെ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറ് നോക്കാൻ പോവുകയാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കാറെത്തും. അപ്പം നമുക്ക് കാറിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാറ് വരാറായിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സൈറ്റഡ് ആണോ സുദീപ്? ആദ്യമായിട്ടല്ലേ കയറാൻ പോണേ? നമ്മൾ ആദ്യമായിട്ട് സെൽഫ് ഡ്രൈവിംഗ് കാറിൽ കയറാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് നോക്കാം. ഇപ്പോൾ എത്തും. ഓക്കെ, നമ്മുടെ കാറ് വന്നിട്ടുണ്ട്. കാറ് നമ്മളെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല നമുക്ക് എങ്ങനെയാണ് അകത്ത് കയറേണ്ടതെന്ന്. ഒരു നമ്പർ അടിച്ചാൽ കയറാമെന്നാണ് മനസ്സിലായത്. നമുക്ക് നോക്കാം. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ നേരെ കയറുകയാണ് കേട്ടോ. ഡ്രൈവറൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറണം. ആദ്യമായിട്ട് നമ്മൾ ഡ്രൈവർ ഇല്ലാത്ത കാറിൽ കയറുകയാണ്. നമുക്കൊരു നമ്പർ അടിക്കണം. ഇതുണ്ടോ, ആരുമില്ല. 2 1 2. അൺലോക്കായി. കേറിയോ. ആരുമില്ല കേട്ടോ. വാവ്, അടിപൊളി. ഓക്കെ, നമ്മള് ഡ്രൈവർ ഇല്ലാത്ത കാറിൽ കയറി ഇതാ പ്രേതം പോലെ ഇരിക്കുകയാണ്. ഡ്രൈവറൊന്നുമില്ല. നമ്മളിപ്പോ ഇതാ വണ്ടി എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ചൈനീസിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഞാനിതാ സെലക്ട് ചെയ്തു. ഡെസ്റ്റിനേഷനൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ സ്റ്റാർട്ട് ചെയ്തു. സുദീപ്, ഇഷ്ടപ്പെട്ടോ? വണ്ടി ഇതാ പോവാണ്. എന്ത് പറ്റുമെന്നൊന്നും അറിയില്ല. അയ്യോ, ആകപ്പാടെ ഒരു അങ്കലാപ്പിലാണ്. ഇതാ ഫസ്റ്റ് നമുക്കൊരു സ്ട്രൈറ്റ് റോഡാണ്. ഇതാ റെഡ് സിഗ്നലാണ്. ഇതുണ്ടോ, റെഡ് സിഗ്നലാണ്. ഇതാ ഇവിടെ ഡ്രൈവർ വെയിറ്റ് ചെയ്യാണ്. ശരിക്കും ഞാൻ ഇതുപോലത്തെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ നമ്മൾ ഫുള്ളി ലെവൽ 5 ഓട്ടോണോമസ് വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിപ്പോഴാണ് കാണുന്നത് തന്നെ. ലെവൽ 3 നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. ലെവൽ 3 ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളിലും സെൽഫ് ഡ്രൈവിംഗ് പോസിബിൾ അല്ല. ഇനി ലെവൽ 4 ആണെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും സെൽഫ് ഡ്രൈവിംഗ് പോസിബിൾ ആണ്. ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഡ്രൈവർ ഇരുന്ന് ഉറങ്ങുന്നതായിട്ട്. അതായത് നമുക്ക് സെൽഫ് ഡ്രൈവിംഗ് എല്ലാ സാഹചര്യങ്ങളിലും പോസിബിൾ ആണ്. അടുത്ത ലെവൽ 5 ആണെങ്കിൽ ഡ്രൈവർ സീറ്റിൽ ആളിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പാസഞ്ചർ സീറ്റിൽ ഇരുന്നാൽ മതി. ഫുള്ളി ഓട്ടോണമസ് ആയിരിക്കും. വാണിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നില്ല. സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങുകയാണ്. ഇവിടെ നിന്നൊരു വാണിംഗ് വന്നു. നമ്മളിവിടെ ബ്ലൈൻഡ് സ്പോട്ടിലൊരു വെഹിക്കിൾ ഡിറ്റക്ട് ചെയ്തതായിട്ട്. അപ്പൊ ലെവൽ 5 ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നത് US-ലുണ്ട്. അതുപോലെ പിന്നെ ഉള്ളത് ഇവിടെയാണ്. പിന്നെ പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ ചില ഏരിയസിൽ മാത്രമാണ് ഇത് പോകുന്നത്. ഇതാ സിഗ്നൽ വന്നു. ഇതാണ്ടോ, ഗ്രീൻ വന്നപ്പോ സംഭവം പോവാണ്. ട്രാക്ക് അതിന്റെ അടുത്തൂടെ പോണോ. ഇതും ഓട്ടോണോമസ് ആണ്. അതിലും ഡ്രൈവർ ഇല്ല. അയ്യോ, ഇത് മൊത്തം ഡ്രൈവറല്ല, വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഹോണൊക്കെ അടിച്ചേട്ടോ. ഹോൺ അടിച്ചു. ദാ ഇൻഡിക്കേറ്റർ ഇട്ട് ഇപ്പുറത്ത് കയറി. ഹോൺ അടിച്ച് എന്തിനാണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. സുദീപിന് മനസ്സിലായോ ഹോൺ അടിച്ച്? ഒന്നും മനസ്സിലായില്ല അല്ലേ? അതെ, ഹോൺ അടിച്ചിട്ടാണ് ഇപ്പുറത്ത് തിരിഞ്ഞത്, ലൈൻ തിരിഞ്ഞത്. ഇതാ പോകുന്നു. ആരുമില്ല കേട്ടോ. അയ്യോ, ഇതാ നമ്മളെ ഫ്രണ്ടിൽ പോകുന്നതും ഓട്ടോണോമസ് സെൽഫ് ഡ്രൈവിംഗ് കാറാണ്. നമ്മൾ അതിന്റെ പുറകിൽ നിന്നാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് സ്പീഡ് നോക്കുകയാണെങ്കിൽ 26 km/h ഇപ്പൊ പോകുന്നത്. സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ചൈനീസിൽ എന്തോ പാട്ടിന്റെ ഓപ്ഷൻ എന്തോആണ്. ഞാൻ പ്ലേ ചെയ്ത് വെറുതെ പരീക്ഷിക്കുന്നില്ല. ഇതിന്റെ ഓടിക്കൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ സൈഡിൽ നിന്ന് ആരെങ്കിലും ഇപ്പുറത്ത് വട്ടം ചാടുകയാണെങ്കിൽ എങ്ങനെ വരും, ഇത് എങ്ങനെ എടുക്കുമെന്നൊന്നും അറിയില്ല. ഇതാ കണ്ട, സ്ലോ ചെയ്യുന്നുണ്ട്. ഒരുത്ത ഇപ്പുറത്ത് ചാടിയപ്പോ സ്ലോ ചെയ്തു. ഹോണൊക്കെ കൊടുത്തു കേട്ടോ. അവൻ ഇപ്പുറത്ത് ചാടിയനാണ് ഹോൺ അടിച്ചത്. ഇവിടെ മൊത്തം സ്ലിപ്പറിയാണ്. ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടിയിൽ ഇപ്പൊ എന്തോ വാട്ടർ സ്പ്രേ ചെയ്ത് പോവാണ്. കണ്ടോ, ഫ്രണ്ടിൽ നിന്ന് പോണതും ഓട്ടോണോമസ് വണ്ടിയാണ്. ഇതിപ്പോ ലൈൻ ചേഞ്ച് ചെയ്യാണ്. സ്റ്റിയറിംഗ് ഒക്കെ തിരിയണ കേട്ടോ. ഇൻഡിക്കേറ്റർ ഇട്ടു. ഫ്രണ്ടിൽ നിന്ന് പോണത് ഓട്ടോണോമസ് ഡ്രൈവിംഗ് ആണ്.
തിരിച്ച് ഇപ്പുറത്ത് കയറി കേട്ടോ. അതിന് കയറാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു കയറി. ഇത് നമുക്ക് പുറത്തുനിന്ന് ഒരു വ്യൂ ഉണ്ട്, അകത്തുനിന്ന് ഒരു വ്യൂ ഉണ്ട്. സംഭവം പൊളിയാണ്. ഇതാ പോവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലെവൽ 5 ഓട്ടോണോമസ് കാറിൽ പോകുന്നത്. ഇത് കണ്ടോ, ഇനി നമ്മളെ രാജ്യത്തും ഇതുപോലെയൊക്കെ വരും. അപ്പോ കുറെ പേരുടെ ജോലി പോകുന്നതാണ് ഇപ്പൊ തന്നെ ചൈനയിൽ പറഞ്ഞിരിക്കുന്നത്. കുറെ അധികം ആൾക്കാരുടെ ടാക്സി ഡ്രൈവേഴ്സിന്റെ ജോലി ഇപ്പൊ തന്നെ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇവിടെ അതൊരു പ്രശ്നമല്ല, കാരണം ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ റഡാറും എഐയും ടെക്നോളജിയൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ സെൽഫ് ഡ്രൈവിംഗ്. ഒരുപക്ഷെ നമ്മൾ ഈ ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്നാലും ഡിറ്റക്ട് ചെയ്തിട്ട് സംഭവം വണ്ടി എടുക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എണീറ്റ് പോടേന്ന് പറയില്ലേ? അതെ. എന്താ പറഞ്ഞു സുദീപ? പറയൂ. എല്ലാ ഈ ഓട്ടോണോമസ് കാറുകളും ആർക്ക് ഫോക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതെന്ത് സംഭവമാവോ. പിന്നെ ഇവിടെ ഹുവാവയുടെ 6Gയുടെ ഇന്നോവേഷൻ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വുഹാൻ എന്ന് പറഞ്ഞ 6G, അതുപോലെ V2X, AI, മറ്റ് ടെക്നോളജീസിന്റെ ഒക്കെ ഇന്നോവേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവര് വേ ഹെഡ് ഓഫ് ടൈമാണ്. അതെ. അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇരിക്കുന്ന വണ്ടിയിൽ V2X എന്ന് പറയുന്ന വെഹിക്കിൾ ടു അതർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, V2X. അപ്പോ നമ്മൾ കാണുന്ന സിഗ്നലിലും ഈ കാണുന്ന സിഗ്നലിൽ നിന്ന് ഈ കാറിലോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. ത്രൂ 5G ആണ് ഇപ്പൊ നടക്കുന്നത്. അപ്പോൾ 5G കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇതിൽ പെഡസ്ട്രിയൻസ് ക്രോസിംഗ് ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയും. അപ്പോൾ ആ ഒരു ടെക്നോളജി, അതായത് V2X എന്ന് പറയുന്ന ടെക്നോളജിയും ഈ ഒരു സിറ്റിയിൽ ഓൾറെഡി ഈ സിഗ്നൽസിലെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പറയണമെങ്കിൽ, ഇപ്പോൾ ഒരു പെഡസ്ട്രിയൻ ഇപ്പൊ ക്രോസ് ചെയ്യുകയാണെങ്കിൽ മുന്നിലുള്ള ഈ കാണുന്ന ഇതും ഒരു ഓട്ടോണോമസ് കാറാണ്. ഈ കാറ് ഡിറ്റക്ട് ചെയ്തിട്ട് പുറകിലുള്ള കാറിന് അതിന്റെ ഒരു ഇൻഫർമേഷൻ കൊടുക്കും. അതെ. V2X എന്ന് പറഞ്ഞാൽ അതിൽ വെഹിക്കിൾ ടു എക്സ് എന്നാണ്. ഈ എക്സ് I ആവാം. I എന്ന് പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ, P എന്ന് പറഞ്ഞ പെഡസ്ട്രിയൻ, പിന്നെ V2V എന്ന് പറഞ്ഞ വെഹിക്കിൾ ടു വെഹിക്കിൾ. അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് ഇത്. അപ്പൊ ഇവിടെ എല്ലാം ഉണ്ട്. കാരണം വെഹിക്കിൾ ടു ഇൻഫ്രാസ്ട്രക്ചർ, ഇവിടെ ട്രാഫിക് സിഗ്നൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പൊ അത് റെഡ് ആകുമ്പോൾ വണ്ടി നിൽക്കണു. വെഹിക്കിൾ ടു പെഡസ്ട്രിയൻ, അപ്പൊ പെഡസ്ട്രിയൻ നടന്നു പോകുമ്പോൾ വണ്ടി നിൽക്കണു. വെഹിക്കിൾ ടു വെഹിക്കിൾ, മുന്നിലുള്ള വെഹിക്കിളിന്റെ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മുടെ സ്പീഡ് കുറയണു, കൂടുന്നു, ലൈൻ ചേഞ്ച് ചെയ്യണു. അങ്ങനെ എല്ലാ വിധത്തിലുള്ള V2Xും എനേബിൾ ചെയ്താൽ തന്നെയായിരിക്കും ഒരു ലെവൽ 5 ഓട്ടോമേഷൻ രീതിയിൽ അഡാസ് നടക്കുക. പിന്നെ V2X 2 ടെക്നോളജി ബേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെച്ചാൽ V2X പറഞ്ഞാൽ വയർലെസ്ലി സിഗ്നൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ, 2 വെഹിക്കിൾസോ അല്ലെങ്കിൽ ഒരു വെഹിക്കിളും ഒരു ഇൻഫ്രാസ്ട്രക്ചറും തമ്മിൽ. അപ്പൊ അതൊന്നല്ലെങ്കിൽ വൈഫൈ വെച്ചിട്ടാവാം, അതിന് DSRC എന്ന് പറയും, അല്ലെങ്കിൽ 5G വെച്ചിട്ടാവാം, അതിന് CV2X, സെല്ലുലാർ V2X എന്ന് പറയും. അപ്പോൾ ഇവിടെ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഇവരിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഈ റോഡിലൊക്കെ കാണാൻ പറ്റും, ഇവിടെ 5G V2X എനേബിൾഡ് ആണ്, ടെസ്റ്റിംഗ് സോൺ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ആന്റിനാസ്, റേഡിയോ സ്പെക്ട്രം എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ടുകൂടിയാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. കാറിന്റെ മാത്രം ഇന്നോവേഷൻ അല്ല, അതിന്റെ ഒരു സപ്പോർട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെ ഉണ്ട്, വയർലെസ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ. എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ ബാക്കിയുള്ള സിറ്റീസിലെല്ലാം ചൈനയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നാണ് മനസ്സിലായത്. ഇത് കണ്ടോ, ഇൻഡിക്കേറ്റർ ഇട്ട് ഇപ്പോ അടുത്ത ലൈനിലോട്ട് കയറാൻ പോവുകയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി. ഇതിലൊരു ഡിസ്പ്ലേയിൽ വന്നിരിക്കുകയാണ്. ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നു, ചൈനീസിൽ എഴുതി വെച്ചിരിക്കുന്നു, എടാ ഇറങ്ങി പോടാ, നിന്റെ സ്ഥലം എത്തി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് കാറിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ശരിക്കും ഇത് പ്രോപ്പർ പാർക്കിംഗ് അല്ല ചെയ്തത്, പക്ഷെ ഇവിടെ ചൈനയിൽ ഇത്രയും പാർക്കിംഗ് മതി എന്നാണ് മനസ്സിലായത്. അപ്പൊ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ത്രില്ലിംഗ് ആൻഡ് അഡ്വഞ്ചറസ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. ഓക്കെ. അങ്ങനെ നമ്മള് ഇറങ്ങിയിരിക്കുകയാണ്. കാറ് തിരിച്ചു പോകും. ഇപ്പോ ഡ്രൈവറില്ല കാറാണ്. സംഭവം പോകുന്നില്ലല്ലോ, എന്ത് പറ്റി? ഞാനിനി പോകില്ലെന്ന് പറഞ്ഞ് റോഡിൽ കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇല്ല, അതാ പോയി. ഓക്കെ. നമ്മള് തിരിച്ചു വിട്ട് ഇറങ്ങി പോയിരിക്കുകയാണ്. അതെ. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി യാത്രയായിരുന്നു അല്ലെ? ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈവൻ മറ്റു കാറുകളിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പല സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ കാണുമ്പോൾ അതിൽ ആൾക്കാർ കുറവ്, കാലിയടിച്ച് പോവാണ്, ടെസ്റ്റിംഗ് പോലെ. പക്ഷെ നമ്മളാണ് ആ ധൈര്യം എടുത്തിട്ട് നമ്മളതിൽ പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, നമ്മൾ കാരണം നമ്മള് ടെസ്റ്റിങ്ങിന് ഒരു വിധേയനായെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.